മലപ്പുറം പാണക്കാട് റോഡിൽ വൻ മണ്ണിടിച്ചിൽ. മരങ്ങളടക്കം മണ്ണ് ഇടിഞ്ഞ റോഡിലേക്ക് വീഴുകയായിരുന്നു. വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപമാണ് സംഭവമുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ സ്കൂളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിഞ്ഞുണ്ടായിരുന്നു. തെങ്ങ് ഉൾപ്പെടെ കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. അപകടമുണ്ടായ സ്ഥലത്ത് നേരത്തെ തന്നെ മണ്ണിടിഞ്ഞിരുന്നു. അശാസ്ത്രീയമായ JCB ഉപയോഗിച്ച മണ്ണെടുത്തതാണ് മണ്ണിടിയുന്നതിന് കാരണം എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അനുമതിയില്ലാതെ മണ്ണെടുത്തതാണ് എന്നതാണ് ആരോപണം. 10 അടി ഉയരത്തിലുള്ള മണ്ണാണ് ഇടിഞ്ഞത്. സ്ഥലത്ത് രാവിലെ മാധ്യമപ്രവർത്തകരടക്കം തടിച്ചുകൂടിയിരുന്നു. മണ്ണിടിയുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയതിനാൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഓടി മാറിയ ചിലർക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട്. വണ്ടി വിടല്ല നമ്മളെ ഇടയപ്പാലത്ത് ഇവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും മലപ്പുറം പാണക്കാട് റോഡിലാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. മരങ്ങളുടെ അടക്കം മണ്ണിടിഞ്ഞ റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപത്തായാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു. തെങ്ങ് ഉൾപ്പെടെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഈ പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നാടുകാണി പരപ്പനങ്ങാടി പാതയിലാണ് തുടർച്ചയായി ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ മണ്ണിടിയുന്ന സമയത്ത് പല ആളുകളും ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ ഇവർ ഓടി മാറിയതിനാൽ വലിയ അപകടമൊന്നും ഉണ്ടായില്ല. ഏതായാലും സ്ഥലത്ത് രാവിലെ മാധ്യമപ്രവർത്തകരടക്കം തടിച്ചുകൂടിയിരുന്നു. ഈ ശക്തമായ മണ്ണിടിയുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരടക്കം ഈ ഒരു പരിസരത്തുണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ കൈരളി ക്യാമറമാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും മണ്ണും വലിയ മരങ്ങളും കല്ലുകളും ഉൾപ്പെടെ ഒരു പ്രദേശം ഒന്നാകെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ആളുകളടക്കം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് ആർക്കും പരിക്കുകളില്ല. എന്നാൽ ഓടി മാറിയ ചിലർക്ക് വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രദേശവാസിയായ മുർഷിദ് ചേരുന്നു. നമസ്കാരം. നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാകുന്നത് വലിയ രീതിയിൽ മരങ്ങളടക്കം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് അശാസ്ത്രീയമായ JCB അടക്കം ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു? തീർച്ചയായിട്ടും നമ്മള് മലപ്പുറം പാണക്കാട് അതുപോലെ തന്നെ വലിയ പാതയാണ് ഈ റോഡ് എന്നുള്ളത്. അതിന്റെ സൈഡിലാണ് വലിയ ബിൽഡിംഗ് എടുക്കാൻ്റെ ഭാഗമായിട്ടാണ് അവർ മണ്ണ് എടുത്തിട്ടുള്ളത്. വളരെയധികം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് ആ ഒരു ഭാഗത്തുള്ള യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ചെറിയൊരു മഴ ഉണ്ടാകുന്നതിന് ഒരു അപകടാവസ്ഥയിലായിരുന്നു നിൽക്കാതെ. ഏകദേശം എന്തിന്റെ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ അത് തൊട്ടടുത്തുള്ള ഒരു വലിയ മരം റോഡിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മുകൾ ഭാഗത്തേക്ക് വലിയ മലയാണുള്ളത്. എന്തൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാനുള്ളത്. ശരി, ഈ പ്രദേശത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും മുമ്പ് പല തവണ മലപ്പുറത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ മണ്ണിടിയുന്ന ഭാഗമാണ്. പക്ഷെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാല് ഈ ഒരു ഭാഗം പാണക്കാട് വേങ്ങരന്റെ അടി വരുന്ന കാരാത്തോട് എത്തുന്നതിന് മുമ്പാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു മല ഏരിയയാണ്. തൊട്ട് മുകൾ ഭാഗങ്ങളിൽ പാറയും അതുപോലെ തന്നെ താഴെ ഭാഗങ്ങളിലും മണ്ണുമാണ്. അപ്പൊ ആ ഭാഗം റോഡോട് ചാരിയിട്ടുള്ള ഭാഗം എന്ത് ചെയ്യാണ്, മല ഇടിച്ച് അവിടെ എന്ത് ചെയ്യാണ്, അവിടെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോംപ്ലക്സുകളും അതുപോലെ ബിൽഡിങ്ങുകൾ കയറ്റുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതെന്താണ്, നാട്ടുകാർ വിവിധ സമയങ്ങളിൽ പരാതികളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയും ആ രീതിയിലേക്കാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ മണ്ണെടുപ്പ് അടക്കം ഈ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും ഈ ഒരു മണ്ണെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുണ്ടായിരുന്നത്?
തീർച്ചയായിട്ടും മുമ്പ് സമയങ്ങളിൽ അവിടുത്തെ നാട്ടുകാര് ഞാൻ തൊട്ട് അപ്പുറത്താണ് വീട് വരുന്നത്. നമ്മളതിൽ യാത്രക്കാരെ അഡിഷണലായിട്ട് യൂസ് ചെയ്യുന്ന റോഡാണ് അതുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അടിസ്ഥാനപ്പെടുത്തി നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങള് നാട്ടുകാർ പല അവിടുത്തെ ആ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്ക് ആ വിഷ്വല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ എത്രയാണ് അതിന്റെ പ്രയാസങ്ങളെന്നും എത്ര അപകടാവസ്ഥയിലാണ് ആ സ്ഥലം നിൽക്കുന്നതെന്നും. ഇനിയും അവിടെ വിവിധ തരം അപകടങ്ങൾ ഉണ്ടാവും, ഇനിയും സാധ്യതയുണ്ട്. അതിന് തൊട്ട് മുകളിലുള്ള സ്കൂളുണ്ട് എന്നൊക്കെ വിവരങ്ങളുണ്ട്. ശരി, ഈ ഒരു പ്രദേശത്ത് വീടുകളടക്കം ജനവാസ മേഖലയാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ഈ പ്രദേശത്ത് ഇപ്പോൾ ആളുകളെ അടക്കം ഈ പ്രദേശത്ത് നിന്നും ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും വാർത്തയായിട്ട് വിവിധമായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും പോലീസുമാരും ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഈ ഒരു ലൊക്കേഷനിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നു ആളുകളെ മാറ്റില്ല, തൊട്ടപ്പുറത്ത് കുറച്ചൊക്കെ ലൊക്കേഷൻ കഴിഞ്ഞില്ല, ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്താണ് വീടുകൾ വരുന്നത്. തൊട്ട് മുകളിലേക്ക് കുറച്ച് സ്ഥാപനങ്ങളോ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും സംഭവങ്ങളുള്ളൂ. ഒരു പുറത്ത് ഏതോ ടീമിന്റെ പ്രോപ്പർട്ടിയാണ് ഇത് വരുന്നത്. ഏതായാലും ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ തുടർച്ചയായി മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഗതാഗതം അടക്കം സ്തംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് നിന്നും മണ്ണ് മാറ്റുന്ന പ്രവർത്തികളടക്കം പുരോഗമിക്കുന്നുണ്ടോ? നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴത്തെ സാഹചര്യം പറയുകയാണെങ്കിൽ വളരെ അപകടാവസ്ഥയിലാണ് ഇപ്പൊ അവിടെ നിൽക്കുന്നത്. ആളുകളൊക്കെ ഡേഞ്ചർ ആയില്ല. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് വാർത്ത നമ്മൾ കേട്ടത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കൈരളി ദ്വീപിന്റെ ക്യാമറമാൻക്ക് ചെറിയ രീതിയിൽ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. പറയാൻ കാരണം അവിടെ ആ സമയങ്ങളിൽ നല്ല അപകടം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ മല ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നത് ആ റോഡിലേക്ക് വരുന്നത്. റോഡ് കഴിഞ്ഞ പുഴയാണ്. അതുപോലെ തന്നെ വിവിധ ജില്ലയിൽ പല ഭാഗവും നല്ല അതിശക്തമായ മഴയാണ് ഏകദേശം 2-3 ദിവസങ്ങളായിട്ട് പെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ അവധി കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെയധികം പ്രയാസപ്പെടുന്നത് ഭീതിപരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. തീർച്ചയായും ഇപ്പോഴും ഈ ഒരു പ്രദേശത്ത് ആളുകൾ എത്തുന്നത് ഈ ഒരു അപകട ഭീഷണി ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ ഒരു തുടർച്ചയായി ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യമുണ്ട്. വീണ്ടും ഈ മണ്ണിടിച്ചിൽ കാണുവാനായി അടക്കം ആളുകൾ അടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് ഈ ഒരു മണ്ണ് നീക്കം ചെയ്യുന്നതിനെ അടക്കം ബാധിക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത്? തീർച്ചയായിട്ടും ആളുകളെ ആ ഭാഗം നമ്മൾ ഹെൽപ്പ് ചെയ്യാനല്ല ആളുകൾ എത്തുന്നത്. ആളുകൾ അവിടെ വന്ന് കാണാനും വീഡിയോസുകൾ എടുക്കാനും ഒക്കെയാണ് ആളുകൾ അവിടെ എത്തുന്നത്. അപ്പൊ അതുകൊണ്ട് അത് രക്ഷാപ്രവർത്തനങ്ങൾക്കും അതുപോലെ മണ്ണ് മാറ്റുന്നതിനും യാത്ര സജ്ജമാക്കുന്നതിനും ഇത് പ്രയാസപ്പെടുന്നുണ്ട്. ഈ വാർത്ത കാണുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്, ഈ ഭാഗത്തേക്ക് ആളുകൾ വരാതെക്കുക. നമ്മളെല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. പൂർണ്ണമായും ഈ പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണോ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഇപ്പൊ ഫയർപോലീസും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ രീതിയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും, മണ്ണ് റോഡിലാണ് ഫുള്ള് മണ്ണ് കിടക്കുന്നത്, അത് പൂർണ്ണമായ രീതിയിൽ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാം. റോഡ് വാഹനം പോകാൻ കഴിയുള്ളൂ. തീർച്ചയായും ഏതായാലും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തുടർച്ചയായി തന്നെ ഇത്തരത്തിൽ മണ്ണിടിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രദേശവാസിയായ മുർഷിദാണ് നമ്മളോടൊപ്പം ചേർന്നത്. വലിയ രീതിയിൽ ആളുകളടക്കം ഈ ഒരു ദൃശ്യങ്ങളടക്കം പകർത്താനായി സാധാരണക്കാരായ ആളുകളടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടുതൽ അപകടത്തിന് വഴിവെക്കുകയാണ് എന്നതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. മരങ്ങളടക്കം മണ്ണിടിഞ്ഞാണ് ഇത്തരത്തിൽ റോഡിലേക്ക് വീണിരിക്കുന്നത്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ്. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിന് സമീപത്ത് ആയാണ് ഈ ഒരു അപകടമുണ്ടായത്. ഇന്നലെ രാത്രി മുതൽ സ്കൂളുകളും വീടുകളും ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ മണ്ണിടിയുന്നുണ്ടായിരുന്നു. തെങ്ങ് ഉൾപ്പെടെ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപകടമുണ്ടായ സ്ഥലത്ത് നേരത്തെയും മണ്ണ് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രധാനമായും ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന മുർഷിദ് അടക്കം പറഞ്ഞതും ഈ ഒരു അശാസ്ത്രീയമായ ഒരു JCB ഉപയോഗിച്ച് മണ്ണെടുത്തതാണ് ഇത്തരത്തിൽ മണ്ണിടിയുന്നതിന് കാരണം എന്നതാണ് നാട്ടുകാരടക്കം പ്രധാനമായും ആരോപിക്കുന്നത്. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനായി ഇത്തരത്തിൽ JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ഒരു അപകടത്തിന് കാരണം, അല്ലെങ്കിൽ മണ്ണിടിയാനുള്ള കാരണം എന്നതാണ്. അശാസ്ത്രീയമായി ഇത്തരത്തിൽ മണ്ണെടുക്കുന്നതാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നതാണ് നാട്ടുകാരടക്കം പറയുന്നത്. സമാനമായ രീതിയിൽ മുൻപും ഈ 2019 ഈ ഒരു പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും അനുമതി ഇല്ലാതെ മണ്ണെടുത്തതാണ് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടാകാനുള്ള കാരണം എന്നതാണ് പ്രധാനമായും നാട്ടുകാർ ആരോപിക്കുന്നത്. 10 അടി ഉയരത്തിലുള്ള മണ്ണാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത്. സ്ഥലത്ത് നിരവധി ആളുകളടക്കം
കൂടിയിരുന്ന സമയമുണ്ടായിരുന്നു. എന്തായാലും ആളുകളടക്കം ഓടി മാറിയ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും പരിക്കുകൾ ഏറ്റിട്ടില്ല. എന്നാൽ ഓടി മാറിയ ചിലർ വീട് പരിക്കേൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും അത് തന്നെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്.